നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയുന്നത് അയ്യപ്പന്റെ ഭക്തിയെ കുറിച്ച് ഉണ്ടായ വിവാദത്തെ കുറിച്ചാണ്. തൃശ്ശൂർ എളവള്ളി ബ്രഹ്മംകുളം ഗോകുലം പബ്ലിക് സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നത്. ശബരിമലയ്ക്ക് വ്രതമെടുത്ത ഒരു കുട്ടി അവിടെ കറുപ്പ് വസ്ത്രം ധരിച്ച് ചെന്നപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഇവിടെ വരാൻ പാടില്ല, അങ്ങനെ കുട്ടിയുടെ ഒരു 4-5 ദിവസം സ്കൂള് മുടങ്ങി. കുട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ഇതിനെ ചൊല്ലി ഹിന്ദു ഐക്യവേദി ശക്തമായി രംഗത്ത് വരികയും കുട്ടിയുടെ വിദ്യാഭ്യാസം നിങ്ങൾ തടയരുത് എന്ന് പറയുകയും അതുപോലെ തന്നെ ഭക്തി ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുകയുണ്ടായി സ്കൂളിനെതിരെ. തീർച്ചയായിട്ടും ആദ്യം തന്നെ പറയട്ടെ, സ്കൂൾ ചെയ്ത കാര്യമാണ് ഏറ്റവും നല്ല കാര്യം. കാരണം സ്കൂളിൽ ഒരു നിയമം വെക്കുന്നത് എല്ലാ കുട്ടികളും ഈക്വാലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ സ്കൂളിന്റെ ഒരു യൂണിഫോമിറ്റി ഉള്ളത് തന്നെയാണ് ആ സ്കൂളിന്റെ സമത്വം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചു വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അതിനെതിരെ എന്തിനാണ് ഹിന്ദു ഐക്യവേദി സമരം ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ അയ്യപ്പന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലരും പലർക്ക് ഇഷ്ടപ്പെട്ട കളറ് ധരിച്ചുകൊണ്ടാണ് വരുന്നത്. എവിടെയും കറുപ്പ് ധരിച്ചു വരണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ മലയ്ക്ക് വരുന്നത് ഫുള്ള് കാവി പുതച്ചിട്ടും കാവി ധരിച്ചിട്ടും ഒക്കെയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ മുമ്പ് നമ്മൾ കണ്ടുവന്നിരുന്നത് നീല വസ്ത്രവും കറുപ്പ് വസ്ത്രവും ധരിച്ച ആളുകളെ അയ്യപ്പന്മാരെ കണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെ കാണാറില്ല, കൂടുതലും കറുപ്പായിട്ടാണ് കാണാറ്. മാത്രമല്ല കേരളത്തിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരെ നോക്കുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, അങ്ങനെ കളക്ടർമാരാവട്ടെ, അങ്ങനെയുള്ള പല ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവരും ഒക്കെ തന്നെ മലയ്ക്ക് പോകുന്നവരാണ്. അവരാരും തന്നെ കറുപ്പ് പാന്റ് ഇട്ട്, പോലീസ് എവിടെയെങ്കിലും കറുപ്പ് പാന്റും കറുപ്പ് ഷർട്ടും ഇട്ടിട്ട് അവരുടെ ജോലി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അവർ കറുപ്പിട്ട് കഴിഞ്ഞാൽ അവര് പിന്നെ ഒരു ഭക്തി ഉള്ള ഒരാളായി മാറുകയാണ്. അവിടെ പോലീസ് എന്നുള്ളത് അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ എങ്ങനെയാണ് അത് ശരിയാവുന്നത്? അപ്പൊ അവിടെ അയ്യപ്പൻ കോപിക്കില്ലേ? ഇവിടെ സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം ഉണ്ടാകുമ്പോൾ ആ കുട്ടി മാത്രം എങ്ങനെയാണ് മറ്റൊരു ഡ്രസ്സ് ഇട്ട് വരുന്നത്? ആ കുട്ടിക്ക് ഏത് രീതിയിലാണ് പരിഗണന കൊടുക്കുക അയ്യപ്പൻ എന്നുള്ള പരിഗണന? അങ്ങനെയാണെങ്കിൽ ഈ പോലീസുകാർക്കും ഡോക്ടേഴ്സിനും കളക്ടേഴ്സിനും ഒക്കെ കൊടുക്കണ്ടേ? അതൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ കുട്ടികളുടെ സമത്വം തന്നെയാണ് ഏറ്റവും വലുത്. യൂണിഫോം തന്നെയാണ് കുട്ടികൾ ധരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, അയ്യപ്പന്റെ മല ചവിട്ടാൻ പോകുമ്പോൾ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കരുതുന്നത് മുദ്രയാണ്. അതായത് മാല ഇടുക എന്നാണ് നമ്മൾ പറയുക. മണ്ഡല മാസമായി കഴിഞ്ഞാൽ മാല ഇടുന്നു, 41 ദിവസം വ്രതമെടുക്കുന്നു എന്നുള്ളതാണ്. വസ്ത്രത്തിന് അവിടെ യാതൊരുവിധ പ്രാധാന്യവുമില്ല. ആ മാല നമ്മൾ കന്നിമാസം ആദ്യമായി പോകുന്നവരാണെങ്കിൽ കന്നിമാസം മുതൽ വ്രതമെടുത്ത് വൃശ്ചികം 1-ാം തീയതി മാല ഇടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, അത് ആ അയ്യപ്പനായി ഈ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ച മാല നമ്മുടെ കഴുത്തിൽ അണിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാറ്റമുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ തലച്ചോറിലും ശരീരത്തിലും ഒക്കെ തന്നെ അത് പ്രതിഫലിക്കുന്നത് ഒരു ആയി കാണാം. ഞാനൊക്കെ മലയ്ക്ക് പോകുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ മാല ധരിച്ചു കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയായി മാറ്റപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളോട് ആരും അങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ടാവണം, അല്ലെങ്കിൽ ഈ കറുപ്പ് ധരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ അയ്യപ്പനാണ്, അവൻ മലയ്ക്ക് പോകുന്ന ആളാണെന്ന് മറ്റൊരാളെ അറിയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം, അവര് കുറെ കൂടെ മാന്യമായി ഈ വ്യക്തിയോട് പെരുമാറും. സാധാരണക്കാരുടെ ഇടയിലൊക്കെ ഈ കറുപ്പ് ധരിച്ച് ഉള്ള ആളുകളോട് സാധാരണ ആളുകൾ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഇതുപോലെയല്ല, മലയ്ക്ക് പോകുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക വന്ദനയും ബഹുമാനവും ഒക്കെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം, കാരണം സാധാരണ ജീവിതമല്ല ഞാനിപ്പോ ഒരു 41 ദിവസമായിട്ട് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ കറുപ്പ് വസ്ത്രമൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലെ ഭക്തി, ആ ഭക്തി നമ്മൾ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം, നമുക്ക് അയ്യപ്പന് വിശ്വാസം ഉള്ളിടത്തോളം കാലം, അയ്യപ്പന് നമ്മളിലുണ്ടാവുന്ന ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നിടത്തോളം കാലം ഈ വസ്ത്രത്തിനൊന്നും തന്നെ യാതൊരുവിധ പ്രാധാന്യവുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെ തന്നെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ മതമല്ല, ഈ ഒരു ഹിന്ദു സംസ്കാരം പഠിക്കുന്ന, ഹിന്ദു ഐതിഹ്യങ്ങൾ പഠിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദിയെ പോലുള്ള വർഗീയമായ ഒരു മെസ്സേജ് കൊടുക്കുന്ന ആളുകൾ ഈ സ്കൂളിന് മുന്നിൽ വന്ന് യാതൊരുവിധ നിലവാരവുമില്ലാതെ കുട്ടിയെ സ്കൂളിൽ ചേർക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി ആ വസ്ത്രം ധരിക്കാതെ സ്കൂളിൽ പോയാൽ അവരവിടെ സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ വസ്ത്രം ധരിക്കാതെ പോവുക എന്ന് വെച്ചാൽ അയ്യപ്പന്റെ വസ്ത്രം ധരിക്കാതെ തന്റെ യൂണിഫോം, ആ സ്കൂളിനെ മാനിക്കുക എന്നുള്ളതാണ്. ആ സ്കൂളിലെ യൂണിഫോം ധരിച്ച് ആ കുട്ടി എന്ന് സ്കൂളിൽ പോകുന്നു, അന്ന് ആ മാനേജ്മെന്റ് ആ സ്കൂളിൽ കുട്ടിയെ കയറ്റും.
പറ്റും. ഇത്രയുള്ള കാര്യം അതനുസരിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കുട്ടി ചെയ്യേണ്ടത്, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ അന്ധമായ ഭക്തിയുടെ പുറത്ത് കുട്ടിയുടെ ഒരു 4-5 ദിവസത്തെ ക്ലാസ് മുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ ഭാവിയെ തന്നെയാണ് ബാധിക്കുക എന്നുള്ള കാര്യം അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ.